ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിൽ 2017-2018 വർഷത്തിൽ നടന്ന പരിസര പഠനം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഏതാനും ജീവികളുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ജീവികളുടെ വാസസ്ഥലത്തെക്കുറിച്ചും സവിശേഷതകളെക്കുറിച്ചും വയലും വനവും എന്ന പാഠഭാഗം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഈ ജീവികളെ കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. ഏതൊക്കെ ജീവികളാണുള്ളത്? അതെ, അണ്ണാനുണ്ട്, ആമ, തവള, ചെമ്മീൻ, പൂച്ച, മത്സ്യം ഇവയൊക്കെയാണല്ലേ. തരംതിരിച്ച് എഴുതിയാലോ കൂട്ടുകാരെ നമുക്ക്. കരയിൽ ജീവിക്കുന്നവയിൽ ഏതൊക്കെ എഴുതാം? അതെ, അണ്ണാൻ, പൂച്ച. ദെൻ ജലത്തിൽ ജീവിക്കുന്നവ ചെമ്മീൻ, മത്സ്യം. ദെൻ കരയിലും ജലത്തിലും ജീവിക്കുന്നവ അതെ തവള, ആമ. ദെൻ ബി നോക്കാം. ഓരോ ജീവിക്കും ജീവിക്കുന്ന പരിസരത്തിന് അനുയോജ്യമായ അനുകൂലനങ്ങളുണ്ടല്ലോ. നിങ്ങൾ പട്ടികപ്പെടുത്തിയ ജീവികളിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഇഷ്ടപ്പെട്ട ഒരു ജീവിയുടെ അനുകൂലനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതൂ. കൂട്ടുകാരെ, ഫസ്റ്റ് നമുക്ക് പൂച്ചയുടെ അനുകൂലനങ്ങൾ എഴുതിയാലോ. എന്തൊക്കെയാണ്? ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ കഴിയും, രാത്രിയിലും കണ്ണു കാണാം, കൂർത്ത നഖം. ദെൻ മത്സ്യം, തോണി പോലെ രണ്ടറ്റവും കൂർത്ത ആകൃതി, തുഴ പോലെയുള്ള ചിറകുകൾ, ശകുലങ്ങളുടെ അഥവാ ചെകിളകളുടെ ശ്വസനം. ദെൻ ആമ, തുഴ പോലുള്ള കാലുകൾ, കട്ടിയുള്ള പുറന്തോടെ, കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയും. ദെൻ പ്രവർത്തനം 2. പരിസര പഠന ക്ലാസ്സിൽ സസ്യങ്ങളുടെ വേരുകൾ, ഇലകളിലെ ശിരാവിന്യാസം, ബീജപത്രങ്ങളുടെ എണ്ണം എന്നിവയിൽ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് പഠിച്ച നീലിമ വീട്ടുപരിസരത്തെ സസ്യങ്ങളെ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി. മാവ്, തെങ്ങ്, മുള, തേക്ക്, മഹാഗണി, പ്ലാവ്, നെല്ല്, കവുങ്ങ് എന്നിവയാണ് നിരീക്ഷിച്ചത്. സൂചനകൾ പരിഗണിച്ച് ഇവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. സസ്യത്തിൻ്റെ പേര്. ദെൻ ശിരാവിന്യാസം, വേരുപടലം, ബീജപത്രം. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യം മാവ് എഴുതാം. ശിരാവിന്യാസം ഏതാണ്? അതെ, ജാലിക ശിരാവിന്യാസമാണല്ലേ. ദെൻ വേരുപടലം, തായ് വേരുപടലം. ദെൻ ബീജപത്രം ഏതാണ്? അതെ, ദ്വിബീജപത്രം. ദെൻ തെങ്ങ് എഴുതാം. സമാന്തര ശിരാവിന്യാസമാണ്. വേരുപടലം, നാരുവേര്, ബീജപത്രം, ഏകബീജപത്രം. ദെൻ മുള, സമാന്തര ശിരാവിന്യാസം, വേരുപടലം, നാരുവേര്, ഏകബീജപത്രമാണല്ലേ. ഓക്കെ. ദെൻ മഹാഗണി ശിരാവിന്യാസം, ജാലിക ശിരാവിന്യാസം, വേരുപടലം എന്താണ്? അതെ, തായ് വേര്. ദെൻ ബീജപത്രം, ദ്വിബീജപത്രം. ദെൻ പ്ലാവ്, ജാലിക ശിരാവിന്യാസം, വേരുപടലം അതെ തായ് വേരല്ലേ. ദെൻ ബീജപത്രം, ദ്വിബീജപത്രം. ഓക്കെ. ദെൻ നെല്ല് എഴുതാം. ശിരാവിന്യാസം, സമാന്തര ശിരാവിന്യാസം, വേരുപടലം, നാരുവേര്. ബീജപത്രമോ? അതെ, ഏകബീജപത്രം. ദെൻ കവുങ്ങ്. അടുത്തതായി നമുക്ക് കവുങ്ങ് എഴുതാം. ശിരാവിന്യാസം ഏതാണ്? അതെ, സമാന്തര ശിരാവിന്യാസം, വേരുപടലം, നാരുവേര്. ബീജപത്രം ഏതാണ്? അതെ, ഏകബീജപത്രം. ഓക്കെ. ദെൻ അടുത്തായി തേക്ക് എഴുതാം നമുക്ക്. ശിരാവിന്യാസം ഏതാണ്? അതെ, ജാലിക ശിരാവിന്യാസം. ദെൻ വേരുപടലം അതെ തായ് വേരുപടലം അല്ലേ. ദെൻ ബീജപത്രം, ദ്വിബീജപത്രം. ബി, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? അതെ, ബീജമൂലമല്ലേ. ദെൻ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം എവിടെയാണ് സംഭരിച്ചിരിക്കുന്നത്? വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം എവിടെയാണ് സംഭരിച്ചിരിക്കുന്നത്? ആൻസർ എന്താണ്? അതെ, ബീജപത്രമല്ലേ. ഓക്കെ. ദെൻ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ. ദെൻ പ്രവർത്തനം 3. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നീലിമ ടെലിവിഷനിൽ കണ്ട ഗാന്ധി സിനിമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നതായി മനസ്സിലാക്കി. അതിൽ കണ്ട ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് അറിയുന്നതിന് നീലിമയ്ക്ക് ആഗ്രഹം തോന്നി. ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർക്ക് എഴുതാൻ അറിയാമല്ലോ എന്തൊക്കെ പോയിന്റ്സാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. 1942 ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. ദെൻ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതാണ് ഈ മുദ്രാവാക്യം അർത്ഥമാക്കിയത്. 3. ഓഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. കൂട്ടുകാർ എന്ത് ചെയ്യുക? ക്വിറ്റ് ഇന്ത്യ ദിനത്തെക്കുറിച്ച് ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ. ദെൻ ബി, ചേരുംപടി ചേർക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അതെ കേളപ്പൻ. ദെൻ ചമ്പാരൻ സമരം നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ദെൻ ദണ്ഡിയാത്ര, സബർമതി. ഉരുക്കുമനുഷ്യൻ, സർദാർ വല്ലഭഭായ് പട്ടേൽ. ഒന്നുകൂടി നമുക്ക് പറയാം. കേരള ഗാന്ധി കേളപ്പൻ, ചമ്പാരൻ സമരം നീലം കർഷകർ, ദണ്ഡിയാത്ര, സബർമതി, ഉരുക്കുമനുഷ്യൻ അതെ സർദാർ വല്ലഭഭായ് പട്ടേൽ.
പ്രവർത്തനം 4. നീലിമയും കൂട്ടുകാരും സ്കൂളിൽ നിന്ന് പക്ഷി സങ്കേതത്തിലേക്ക് യാത്ര പോയി. അവിടെ അവൾ കണ്ട കാഴ്ചകൾ തൻ്റെ നിരീക്ഷണ ഏറിയിൽ കുറിച്ചത് വായിച്ചു നോക്കൂ. ഓഗസ്റ്റ് 4 വെള്ളി. ഇന്നത്തെ ദിവസം ഏറെ രസകരമായിരുന്നു. ഒട്ടേറെ പക്ഷികളെ ഞാൻ ഇന്ന് കണ്ടു. തത്ത, തേൻകുരുവി, പരുന്ത്, പൊന്മാൻ, മരംകൊത്തി, അങ്ങനെ എത്ര തരം പക്ഷികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എത്ര വൈവിധ്യം നിറഞ്ഞതാണ് ഇവരുടെ ലോകം. ഇര പിടിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും സഹായകമായ എന്തെല്ലാം ശാരീരിക പ്രത്യേകതകളാണ് ഈ പക്ഷികൾക്കുള്ളത്. ഏതെങ്കിലും 3 പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകൾ എഴുതുക. ആദ്യം നമുക്ക് തേൻകുരുവിയെക്കുറിച്ച് എഴുതാം. തേൻകുരുവി നീളമുള്ള വണ്ണം കുറഞ്ഞ ചുണ്ട്, വായുവിൽ പറന്നു നിൽക്കാൻ കഴിയും. ദെൻ പരുന്ത് എഴുതാം. കൂർത്ത വളഞ്ഞ ചുണ്ട്, കൂർത്തു വളഞ്ഞ ബലമുള്ള ദകം, ദൂരക്കാഴ്ച. നെക്സ്റ്റ് പൊന്മാൻ. നീണ്ട് ബലമുള്ള കൊക്ക്, നനയാത്ത തൂവൽ, ദൂരക്കാഴ്ച. ദെൻ മരംകൊത്തി. ബലമുള്ള വണ്ണമുള്ള ചുണ്ട്, മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ യോജിച്ച ബലവും നീളമുള്ള കാലുകൾ, കൂർത്ത നഖങ്ങൾ. കൂട്ടുകാർക്ക് ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ ദെൻ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യം നോക്കൂ. ബി. പക്ഷികൾ നമുക്കും പ്രകൃതിക്കും ചെയ്യുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം? പക്ഷികൾ നമുക്കും പ്രകൃതിക്കും ചെയ്യുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് കൂട്ടുകാരെ? എന്തെല്ലാമാണ്? അതെ, ഫസ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? അതെ, വിത്ത് വിതരണമല്ലേ. അതുപോലെ തന്നെ പ്രകൃതി ശുചീകരണം, അല്ലെ മുട്ട, മാംസം, അലങ്കാരം ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പക്ഷികളെ വളർത്താറില്ലേ? ഓക്കെ. ദെൻ പക്ഷികൾ ദേശാടനം നടത്തുന്നത് എന്തിനൊക്കെയാണ്? അതെ, പ്രജനനത്തിനും ഭക്ഷണത്തിനും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുന്നതിനും. ഓക്കെ. ദെൻ പ്രവർത്തനം 5. നീലിമ വരച്ച മീനിൻ്റെ ചിത്രം ചുവടെ കൊടുക്കുന്നു. ഈ ചിത്രത്തിന് നിറം കൊടുത്ത് ആകർഷകമാക്കും. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഈ മീനിനെ നിറം കൊടുത്ത് ആകർഷകമാക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ് ചോദിച്ചുള്ളത്? മത്സ്യത്തിൻ്റെ ശ്വസന അവയവം ഏതാണ് കൂട്ടുകാരെ? അതെ, ശകുലങ്ങളാണല്ലേ. നാം പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ശകുലങ്ങൾ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഓക്കെ. ദെൻ ബി. മത്സ്യത്തെ ജലജീവിതത്തിന് സഹായിക്കുന്ന 3 സവിശേഷതകൾ എഴുതുക. മത്സ്യത്തെ ജലജീവിതത്തിന് സഹായിക്കുന്ന 3 സവിശേഷതകൾ എഴുതുക. ഏതൊക്കെ എഴുതാം? വഴുവഴുപ്പുള്ള ശരീരം, അതുപോലെ തോണിയുടെ ആകൃതി. then എഴുതാം ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, അല്ലെങ്കിൽ ജലത്തിലെ വായു ശ്വസിക്കുന്നതിനായി ശകുലങ്ങൾ, then കഴുത്ത്, ബാഹ്യകർണം ഇവയില്ല. then അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ സംസ്ഥാന മത്സ്യം ഏതാണ്? അതെ, കരിമീനാണല്ലേ. നമ്മുടെ സംസ്ഥാന മത്സ്യം കരിമീൻ. ഓക്കെ, then പ്രവർത്തനം 6. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളത്തിലും എത്തി. അത് കേരളത്തിലെ സമരത്തിന് കൂടുതൽ ശക്തി പകർന്നു. ഇത് വായിച്ചപ്പോൾ നീലിമയ്ക്ക് സംശയമായി. നിസ്സഹകരണ സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നീലിമയെ സഹായിക്കാമോ? നിസ്സഹകരണ സമരത്തിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു കൂട്ടുകാരെ? അതെ, ബ്രിട്ടീഷ് ഗവൺമെൻറ് സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിയമനിർമ്മാണ സഭകൾ എന്നിവ ബഹിഷ്കരിക്കുക. ദെൻ ഖാദി പ്രചരിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്താൽ മദ്യം വർജിക്കുക. അതുപോലെ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക. ദെൻ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക. ഇതൊക്കെയല്ലേ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, then അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും 2 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരെഴുതുക. കേരളത്തിൽ നിന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആരൊക്കെ എഴുതാം? കെ കേളപ്പൻ എഴുതാൻ, ടി.കെ. മാധവൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, കെ.പി. കേശവ മേനോൻ. ഏതെങ്കിലും 2 എണ്ണം കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, then കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ്? അതെ, പയ്യന്നൂർ അല്ലേ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.